കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 3 ടയർ കപ്പ് കേക്ക് സ്റ്റാൻഡാണത്. നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യം ഇത് പേപ്പർ വെച്ചിട്ട് ചെയ്യണമെന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ഫെൽറ്റ് പേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഫെൽറ്റ് പേപ്പർ ഏകദേശം തുണിയൊക്കെ പോലെ ഇരിക്കുന്ന സാധനമാണ്. എന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞാൻ ഫെൽറ്റ് പേപ്പർ വെച്ച് ചെയ്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള 3 തട്ടും ഞാൻ ഇതുപോലെ ഫെൽറ്റ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് തന്നെയാണ് ട്ടോ ഇത് ഒട്ടിച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും മുകളിൽ വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. 14 സെന്റിമീറ്റർ ആണ് ഞാനത് എടുത്തിട്ടുള്ളത്. അതിന്റെ 2 സൈഡിലും ഞാൻ ഇതുപോലെ ഫെൽറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പർ ഒട്ടിക്കാം. എന്റെ കയ്യിൽ ആവശ്യത്തിന് കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല. അത് കാരണമാണ് ഞാൻ ഇതെടുത്തത്. ഇതാണ് എന്റെ രണ്ടാമത്തെ ലെയർ. അത് 18 സെന്റിമീറ്റർ ആണ് എടുത്തത്. ഇതിനെ നടുക്ക് വെക്കാൻ പോകുന്ന ആ ഒരു തണ്ട് ഞാൻ അതിന്റെ ഉള്ളിലൂടെ ഇറക്കി വെക്കാനാണ് ഉദ്ദേശിച്ചത്. അതാണ് അതിനകത്ത് ഹോൾ ഇട്ടിട്ടുള്ളത്. ഇതാണ് ഞാൻ ബേസ് ലെയർ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. 22 സെന്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ഭാഗത്ത് ഞാൻ ഫെൽറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടില്ല. കാരണം അത് താഴ്ഭാഗമാണല്ലോ, കാണില്ലല്ലോ, അത് കാരണം. ഇതാണ് ഞാൻ ഇതിന്റെ ഉള്ളിൽ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു തണ്ട്. അത് ഞാൻ 25 സെന്റിമീറ്ററിലുള്ളതാണ്. ഇത് ഓൾറെഡി ഇവിടെ കിച്ചൺ ടിഷ്യൂന്റെ ഒക്കെ കൂടെ കിട്ടുന്നതാണ്. കിച്ചൺ ടിഷ്യൂ കഴിയുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു റോളാണ്. അപ്പൊ ഞാൻ ഇത് ഏറ്റവും മുകളിൽ വെക്കുന്നത് ഇത് പുറത്തോട്ട് കാണാൻ പറ്റാത്ത രീതിക്കാണ്. അത് കാരണമാണ് ഏറ്റവും മുകളിലത്തെ ലെയറിനകത്ത് ഞാൻ ഹോൾ ഒന്നും ഇട്ടിട്ടില്ലാത്തത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 550 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കപ്പ് കേക്ക് സ്റ്റാൻഡ് ഒക്കെ കിട്ടും. അപ്പൊ എനിക്ക് വീണ്ടും പൈസ കൊടുത്ത് കുറെ കളർ പേപ്പർ ഒന്നും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഏകദേശം മാച്ച് ആവുന്ന കളർ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഒരു കളറും കൂടെ ചേർത്തിട്ട് ഈ തണ്ടിന് കൊടുക്കാന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂടെ ഞാൻ പിങ്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ വട്ടത്തിൽ ഈ ഒരു കാർഡ്ബോർഡ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ലെയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് 2.5 സെന്റിമീറ്ററിലാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ പിങ്കും കൂടെ ചേർത്തിട്ട് ഞാനൊരു ലെയറും കൂടെ ആക്കിയിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിത് ഒട്ടിച്ചെടുക്കുകയാണ്. 3 ലെയർ ഞാൻ അതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിങ്കും കൂടെ ഞാനൊരു ബോർഡർ കിട്ടാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ കാർഡ്ബോർഡാന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗം നമുക്ക് കാർഡ്ബോർഡാന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഡിസൈൻ ഒക്കെ കൊടുത്താൽ മതി. ഇനി ഞാനിത് ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച താഴെ ഒരു 1, 2 കാർഡ്ബോർഡും കൂടെ കൊടുത്തു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടെ നന്നായിട്ട് നിൽക്കുക എന്നാണ്. പക്ഷെ കുഴപ്പമില്ല, ഇത് അത്യാവശ്യം നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ ഒരു കാർഡ്ബോർഡും കൂടെയാണ് ഒട്ടിക്കാൻ പോകുന്നത്. ആ ഒരു കാർഡ്ബോർഡിന്റെ ഏറ്റവും അപ്പുറത്തെ സൈഡ് ഞാൻ ജസ്റ്റ് ഒരു ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, വെള്ള കളർ പേപ്പർ. അപ്പൊ കാണാൻ കുറച്ചും കൂടെ വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇത് ഒട്ടിക്കാൻ പോവാണ്. ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലെയർ കൊടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഒട്ടി നിൽക്കുന്നുണ്ട്. താഴത്തെ ലെയർ കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് പകുതി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അളന്ന് നോക്കുന്നത്. അപ്പൊ എനിക്ക് 12 സെന്റിമീറ്റർ ആയിരുന്നു അവിടെ വരുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു 12 സെന്റിമീറ്റർ ലെങ്ത്തിൽ ഞാൻ രണ്ടാമത്തെ ലെയർ കൊടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ടോപ്പ് ലെയർ ഏറ്റവും മുകളിൽ ജസ്റ്റ് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ 3 ലെയറൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യില് കുറച്ച് ഇങ്ങനെ സ്റ്റോണിന്റെ സ്റ്റിക്കേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. വേറെ ഡിസൈൻ ഒന്നും ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് മിനിറ്റിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച്. ശരിക്കും ഇത് തികഞ്ഞില്ലട്ടോ. കംപ്ലീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തികയില്ലായിരുന്നു. അപ്പൊ ഞാൻ ഈ കാണുന്ന ഭാഗത്ത് ഒരു ഫ്രണ്ട് സൈഡിൽ മാത്രമായിട്ടാണ് 3 ലെയറിന്റെയും ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്തു വന്നപ്പോ ഇങ്ങനെയാണ് ട്ടോ ഇരിക്കുന്നത്. അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ടായിരുന്നു കേക്കൊക്കെ. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും.